സുഹൃത്തുക്കളെ, അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. പ്രസിഡന്റായിട്ട് ട്രംപിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ ട്രംപ് ഇതുവരെ അധികാരം ഏറ്റിട്ടില്ല. അധികാരം ജനുവരിയിൽ എങ്ങാണ്ടാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തിനാണ് ഇത്രയും കാലതാമസം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. മാത്രമല്ല, അമേരിക്കൻ രീതികളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതെനിക്കിഷ്ടമാണ്. അപ്പോൾ അമേരിക്കൻ രീതികൾ, ഇപ്പോൾ ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ ബ്രാഹ്മണർ തമ്മിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗദി രാജകുടുംബം തമ്മിൽ ജനാധിപത്യമുണ്ട്. ബ്രാഹ്മണർ തമ്മിലുള്ള ജനാധിപത്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ബ്രാഹ്മണരുടെ ജനാധിപത്യം മറ്റുള്ളവർക്ക് കൊടുക്കാറില്ലായിരുന്നു. അതേപോലെ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ലോകത്തോട് ചെയ്യുന്നതും. അപ്പോൾ അവരുടെ രാജ്യത്ത് അവർക്ക് ജനാധിപത്യമുണ്ട്. പക്ഷേ അമേരിക്കക്കാരല്ലാത്തവരോട് അവർ കാണിക്കുന്ന നയം വ്യത്യസ്തമാണ്. അതിപ്പോൾ മുസ്ലിങ്ങളോട് കാണിക്കുന്നത് ഹിന്ദുക്കൾ അങ്ങനെ എനിക്ക് കാണിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതൊരു മതമല്ല. ക്രിസ്ത്യാനികളോട് കാണിക്കുന്നത് അങ്ങനെ, അതായത് അവരുടെ ഗോത്രമല്ലാത്തവരോട് ഒരു പ്രത്യേക മനോഭാവം കാണിക്കാറുണ്ട്. അമേരിക്ക കുറച്ചും കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വർഗീയവാദിയും വംശീയവാദിയും ഒക്കെയാണ് അമേരിക്ക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യോവ് ഗാലന്റിനെയും ഹമാസ് നേതാക്കളെയും ഒക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് അന്താരാഷ്ട്ര കോടതി പറഞ്ഞു. അപ്പോൾ നാസ്തിക മോർച്ചക്കാരൊക്കെ അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. അപ്പോൾ കോടതി അതിൻ്റെ മുന്നിലെത്തിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് വിധി പുറപ്പെടുവിക്കുക. അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് നമ്മൾ ഒരു ആധുനികനായ ഒരു മനുഷ്യൻ. അപ്പോൾ അതൊന്നും അംഗീകരിക്കാതെ നിരപരാധികളൊക്കെ കൊല്ലുക, പട്ടിണിക്കിടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് പിന്നെ മുഹമ്മദിനെ ഒന്നും എതിർക്കാനുള്ള ധാർമ്മികമായ അവകാശങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പം മുഹമ്മദിനെയും മറ്റുള്ള മതജീവികളെയും ഒക്കെ എതിർക്കണമെങ്കിൽ നമുക്ക് ധാർമ്മികമായ ഒരു അവകാശം വേണം. അപ്പോൾ ആ ഒരു ധാർമ്മികത നമ്മൾ നിലനിർത്തണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇരട്ടത്താപ്പ്, അല്ലെങ്കിൽ അണ്ടർ കവർ സംഘി, അണ്ടർ കവർ കാസൻ എന്നൊക്കെ നമ്മളെ മറ്റുള്ളവർ വിലയിരുത്തും. അപ്പോൾ ഇവൻ സ്വന്തം മുഖത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഇവൻ്റെ മതക്കാരെയും കുറ്റം പറയും. അതുകൊണ്ട് നാസ്തികനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഷം മാറി വന്നാൽ അവൻ്റെ മതം ഈ ചളിവാരിയാറിൽ നിന്നും രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ട്രംപിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എത്ര പേർ ഇതുവരെ കേൾക്കുമെന്ന് അറിയില്ല. അപ്പോൾ ചില മുത്തുകൾ ഒക്കെ നമ്മൾക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടരുത്. അപ്പോൾ ഇതുവരെ കേൾക്കുന്ന ആളുകൾ, എൻ്റെ വീട് സ്ഥിരമായിട്ട് 40 പേരോ 20 പേരൊക്കെ കാണാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോകളൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ്, താല്പര്യത്തോടെ കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇതൊരു കൊളോണിയൽ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇവിടെ ജനാധിപത്യം ഉണ്ടെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ശരിക്കും ഒരു കൊളോണിയൽ സിസ്റ്റമാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ IAS, IPS അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കൊളോണിയൽ സിസ്റ്റമാണ്. ഒരു ഉദ്യോഗസ്ഥാധിപത്യമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരാഴ്ച കൊണ്ട് തന്നെ അടുത്ത ആൾ അധികാരം ഏറ്റെടുക്കും. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ സർവീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ 1 വർഷം എടുക്കും. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇത് ഏതൊരു സാധനമായാലും കുറേ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് പഴകും. അപ്പോൾ ഈ പഴകിയ സിസ്റ്റവും ആളുകളൊക്കെ ആകുമ്പോൾ അതിനൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു സ്പീഡും ഒന്നും കിട്ടില്ല. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വരുമ്പോൾ അയാളാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥന് എവിടെയൊക്കെ വരണം, ആരൊക്കെ ആയിരിക്കണം, കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നു. ഇന്ത്യയിലാണെങ്കിൽ ഒരു പാർലമെന്ററി സിസ്റ്റമാണ്. മന്ത്രിമാരൊക്കെയാണ്, ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരെ മാത്രമേ നമുക്ക് മന്ത്രിമാരൊക്കെ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കർണാടകയിലൊക്കെ ആണെങ്കിൽ ബൈകാർമൽ സിസ്റ്റം ഒക്കെ ഉണ്ട്. കേന്ദ്രത്തിലൊക്കെ ആണെങ്കിൽ ജനം തിരഞ്ഞെടുത്തവരല്ലാത്ത ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെ തിരഞ്ഞെടുക്കുന്ന രാജ്യസഭ MP-മാർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ മന്ത്രിമാരായിട്ട് നിയോഗിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിലൊക്കെ ആണെങ്കിൽ യൂണികാർമൽ സിസ്റ്റമാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ മാത്രമേ മന്ത്രിമാരൊക്കെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ആ മേഖലയിൽ പ്രാവീണ്യം ഉണ്ടാവണമെന്നില്ല. പിന്നെ അവരുടെ താഴെ ഇരിക്കുന്ന സെക്രട്ടറിമാർ, അവന്മാർ ഈ PSC അല്ലെങ്കിൽ UPSC ഒക്കെ എഴുതിയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് ഉള്ള പ്രസിഡന്റ് അങ്ങനെ ജനറൽ നോളജിലൊക്കെ കഴിവ് തെളിയിച്ച് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കാലം മാറും. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ ടെക്നോളജിയൊക്കെ മാറും. നമ്മളൊക്കെ കാണുന്നതാണ്. അപ്പോൾ 25 വർഷം മുന്നേ ഒരാൾ ഡോക്ടർ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാൾ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും അതേ പഴയ പ്രാക്ടീസ് തന്നെ ചെയ്തിട്ട് ഒരു അപ്ഡേഷനും ഇല്ലാതെ ഇന്ന് അയാളുടെ അടുത്ത് വീണ്ടും പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അപകടകരമായ ഒരു സിറ്റുവേഷനാണ്, സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിലൊക്കെ ഇപ്പോൾ ട്രംപിൻ്റെ ഞാൻ ഇന്നത്തെ വാർത്ത വായിച്ചു. അപ്പോൾ ട്രംപ്
അവിടുത്തെ ട്രഷറി സെക്രട്ടറി ഒക്കെ ആയിട്ട് അവിടുത്തെ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് പരിചയമുള്ള ഒക്കെ ഒരാളെയാണ് അവിടെ നിയമിക്കുന്നത്. അപ്പോൾ അയാൾ UPSC അവിടുത്തെ പരീക്ഷ പാസ്സാവണമെന്നോ അങ്ങനെയൊന്നുമില്ല. അവിടുത്തെ ആരാണോ അധികാരത്തിൽ വരുന്നത്, ആരാണോ ജനപ്രതിനിധിയായിട്ട് വരുന്നത്, അയാളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. കാരണം ജനം അയാളെയാണ് ഭരിക്കാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അയാൾ തീരുമാനിക്കും എവിടെയൊക്കെ ആരൊക്കെ വരണം. അപ്പോൾ അയാൾ നന്നായിട്ട് ഭരിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണയും ജനം അദ്ദേഹത്തെ അധികാരത്തിലേറ്റും. അദ്ദേഹം വളരെ വൃത്തികെട്ട രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ ജനം പറയും മാറി നിൽക്കുമെന്ന് പറയും, അടുത്ത ആൾ അധികാരത്തിൽ കയറ്റും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അതാണ് ജനാധിപത്യം, ജനായത്തം എന്നൊക്കെ പറയുന്നത്. റിപ്പബ്ലിക്, ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഇവിടെ ഈ ഉദ്യോഗസ്ഥാധിപത്യം, ബ്യൂറോക്രസി, അതൊക്കെ വളരെ വൃത്തികെട്ട ഒരു നടപടികളാണ്. ഇപ്പോൾ ഈ ട്രാൻസിഷൻ ഗവൺമെൻറ്റാണ്, അതിനു വേണ്ടിയിട്ട് അമേരിക്ക ഈ 2 മാസം എങ്ങാണ്ട് എടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പഴയ ആളുകൾ, പോകുന്ന ആളുകൾ, വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താനും കൈമാറാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം അവരെടുക്കുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആദ്യ ദിവസം തന്നെ ഫുൾ പവറിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റതാണെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാടുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥരെ മേയിച്ച് നടക്കാൻ പാടാണ്. അതിൻ്റെ ഇടയിൽ യൂണിയൻ, ഇപ്പോൾ ഇവരോടൊക്കെ ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി വരാൻ നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ടാകും. ഇപ്പോൾ ചൈനയിലാണെങ്കിലും പാർട്ടിക്കൊക്കെ ഒരു ഏകാധിപത്യ മനോഭാവമുണ്ട്. അപ്പോൾ അമേരിക്കയിൽ പോലും അത്രയും തൊഴിലാളി ചൂഷണം ഇല്ല എന്നാണ് പറയുന്നത്. ചൈനയെ പോലെ ബിസിനസ് സൗഹൃദമായ തൊഴിലാളി ചൂഷണമുള്ള ഒരു രാജ്യം വേറെ ഇല്ല എന്നാണ്. അത് കാരണം എത്രയും പെട്ടെന്ന് ബിസിനസ് തുടങ്ങാം. അവിടെ ഇപ്പോഴൊക്കെ കുറേയൊക്കെ ചൈന അതിലൊക്കെ മാറ്റം വരുത്തി എന്നാണ് പറയുന്നത്. മുമ്പൊക്കെ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അമേരിക്കയിലൊക്കെ അങ്ങനെയൊന്നും ആൾക്കാർ ജോലി എടുപ്പിച്ച് കൊല്ലാൻ പറ്റില്ല. ഇന്ത്യയിലും പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാരൊക്കെ ചൈനയിൽ വളരെ ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പോകുന്നതും. അതുകൊണ്ടാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടെ അടുത്തെത്തിപ്പോൾ. ചൈനീസ് സമ്പദ് വ്യവസ്ഥ അമേരിക്ക മറികടന്നു എന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. പക്ഷെ ചൈനയിൽ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ പരിപാടിയോട് താല്പര്യമില്ല. ജനാധിപത്യം അല്ലെങ്കിൽ സഹകരണം, കോപ്പറേഷൻ, തുല്യത, ഇതിലൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും, നമുക്കെന്ന് പറഞ്ഞാൽ എന്നെ പോലെ ചിന്തിക്കുന്ന എനിക്ക് ഒക്കെ താല്പര്യം. അപ്പോൾ ട്രംപ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൽ പ്രാവീണ്യം കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെയാണ് നിയോഗിക്കുന്നത്. അല്ലാതെ കസേരയിൽ ഇരുന്ന് ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ട ആൾക്കാരെ അല്ല അവിടെ നിയോഗിക്കാൻ പോകുന്നത്. നിയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് എടുത്ത് അവിടെ ഇട്ടു, അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഇട്ടു. ഇത് മാത്രമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധിക്ക് ഇന്ത്യയിൽ അവകാശമുള്ളൂ. ഒരു ഉദ്യോഗസ്ഥന് ഇപ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ BJPക്കാരാണെങ്കിലും കുറേയൊക്കെ ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതികളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേപോലുള്ളൊരു സിസ്റ്റം ഇന്ത്യയിലും വരണം. അമേരിക്കയിൽ പ്രത്യേകിച്ചിട്ടും അവിടുത്തെ ഭരണ സംവിധാനം എന്നൊക്കെ പറയുന്നത് കൂടുതൽ ജനകീയമാണ്. ജനായത്തം, ജനങ്ങൾക്ക് കൂടുതൽ അധികാരമുണ്ട്. ഉദ്യോഗസ്ഥർക്കൊന്നുമല്ല അധികാരം, ജനങ്ങൾക്ക് തന്നെയാണ്. ഉദ്യോഗസ്ഥന് മുന്നിൽ താണവണങ്ങി നിൽക്കേണ്ട കാര്യമൊന്നും അവിടുത്തെ ജനങ്ങൾക്കില്ല. നിയമം പാലിക്കണം. അത് ആരായാലും, ഇപ്പോൾ നിയമം ഉദ്യോഗസ്ഥനാണെങ്കിലും ജനത്തിനാണെങ്കിലും, ജനവും ഉദ്യോഗസ്ഥനും ഒരു ജനമാണല്ലോ. അപ്പോൾ അയാൾ മറ്റുള്ളൊരു ഓഫീസിൽ പോകുമ്പോൾ അയാളും ഒരു സാധാരണക്കാരനായി മാറും, ഒരു ഉത്തരവാദിത്തമില്ലാത്ത ആളായിട്ട് മാറും, അയാൾ സേവനം സ്വീകരിക്കുന്ന ആളായിട്ട് മാറും. അയാൾ ഓഫീസിലിരിക്കുമ്പോൾ, അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിലിരിക്കുമ്പോൾ അയാളുടെ സേവനദാതാവാകും. അവിടെ മറ്റത് സേവനം ഉപയോഗിക്കുന്ന ഉപഭോക്താവും. അപ്പോൾ ഉപഭോക്താവും ദാതാവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. കൊണ്ടും കൊടുത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡിലൊക്കെ കൂടുതൽ ജനായത്തം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ അന്വേഷിക്കുകയും ഒക്കെ കണ്ടുപിടിക്കുകയും ചെയ്യണം. എന്തായാലും അമേരിക്കയിലെ ഈ സിസ്റ്റം വളരെ മാതൃകാപരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തേണ്ടത്. ഉദ്യോഗസ്ഥാധിപത്യം, ഈ സ്ഥിര നിയമനമൊക്കെ നമുക്ക് നിരോധിക്കണം. അത് ശരിയല്ല. അത് ആൾക്കാരെ മടിയന്മാരാക്കും, അലസന്മാരാക്കും, അഹങ്കാരികളാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ശരി.